ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. വിവേചനരഹിതമായ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും 10 നാളത്തെ യുദ്ധത്തിനിടയിൽ അമേരിക്ക എന്ത് നേടിയെന്ന് ചോദിച്ചാൽ നിരപരാധികളായ 1300-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നതിലപ്പുറം ഇറാനിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കഴിഞ്ഞില്ല. അവിടെയും ഗസയിലെ പോലെ കുഞ്ഞുങ്ങളുടെ രക്തം കൊണ്ട് മുഖം കഴുകി ഇസ്രായേലും അമേരിക്കയും. ചെയ്യുന്ന ജോലി വംശീയത്തിൽ തന്നെ, പക്ഷേ രാജ്യം ഗസയല്ല, ഇറാനാണെന്ന് മാത്രം. വിവേചനരഹിതമായ ബോംബിംഗ് എന്ന് വെച്ചാൽ ഭരണസിരാകേന്ദ്രം മുതൽ ജനങ്ങളുടെ താമസ സ്ഥലങ്ങൾ വരെ, കൊച്ചുകുട്ടികളുടെ സ്കൂളുകൾ മുതൽ ഓയിൽ റിഫൈനറി വരെ ബോംബിങ്ങിനായി ഭീകരവാദികൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. കൊല്ലപ്പെട്ടവരിൽ ആയത്തുള്ള അലി ഖുമൈനി മുതൽ അത്താഴപ്പട്ടിണിക്കാരനായ സാധാരണ മനുഷ്യർ വരെ ഏകദേശം 1300-ലധികം മനുഷ്യർ. ഈ ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കാരണമായി ഇസ്രായേലും അമേരിക്കയും പറയുന്നത് ഇറാൻ ആണവായുധ നിർമ്മാണത്തിന് ശ്രമിക്കുന്നു, അവർ ഭാവിയിൽ ഞങ്ങൾക്ക് ഭീഷണിയാവാമെന്നാണ്. 4000-ലധികം ആണവ പോർമുനകളുള്ള അമേരിക്ക, 100-നടുത്തോ ആണവായുധമുള്ള ഇസ്രായേൽ. ഒരു കാര്യം, ഇസ്രായേലിൻ്റെ കയ്യിൽ എത്ര ആണവ പോർമുനകളുണ്ടെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ഇസ്രായേലിൻ്റെ ആണവ കഥകൾ അറിയാൻ താല്പര്യവുമില്ല. യുദ്ധം തുടങ്ങി വെച്ച അമേരിക്കയ്ക്ക് 8 ശവപ്പെട്ടികൾ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇസ്രായേലിന് 20-ന് മുകളിൽ പൗരന്മാരുടെ മരണവും 1000-ന് മുകളിൽ ആളുകൾക്ക് ഗുരുതരമായ പരിക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വംശഹത്യയുടെ പ്രതീകമായ ഗസയിലെ കോൺക്രീറ്റ് അസ്ഥികൾക്ക് സമാനമായി ഇസ്രായേലിലും കെട്ടിടങ്ങളുടെ അസ്ഥികൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിലും ആളുകൾ കൂട്ടത്തോടെ നിലവിളിക്കുകയും നെഞ്ചത്തടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. ആധുനിക എയർ ഡിഫൻസ് സംവിധാനമായ അയൺ ഡോം മുതൽ അയൺ ബീം വരെ ഉണ്ടായിട്ടും സ്വന്തം ജനതയെ പരിപൂർണമായി സംരക്ഷിക്കാൻ ഒരു നെതന്യാഹുവിനും കഴിയുന്നില്ല എന്നതാണ് സത്യം. ഇറാന്റെ മിസൈൽ സിനഗോഗും തകർത്ത് ബങ്കറിനുള്ളിൽ പതിച്ചപ്പോൾ പൊലിഞ്ഞുപോയ ഇസ്രായേലികളുടെ ജീവനൊപ്പം നഷ്ടമായത് അധിക സുരക്ഷ എന്ന അവരുടെ ആത്മവിശ്വാസം കൂടിയാണ്. ഇസ്രായേലിനെ വളഞ്ഞു ചുറ്റി സംരക്ഷിക്കാൻ അമേരിക്ക കൊണ്ടുവന്ന താഡ്, പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ മിസൈൽ ആക്രമണത്തിലും ഡ്രോൺ ആക്രമണത്തിലും തകർന്നപ്പോൾ നഷ്ടമായത് ലോകത്തെ കൈവെള്ളയിലൊതുക്കാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ ഭീകരരാജ്യത്തിന്റെ മേൽവിലാസം തന്നെയാണ്. ആയത്തുള്ള അലി ഖാംനെയിയെയും IRGC തലവന്മാരെയും വകവരുത്തിയാൽ ഇറാൻ മൂക്കും കുത്തി വീഴുമെന്നായിരുന്നു പ്രതിലോമ ശക്തികൾ കണക്കുകൂട്ടിയത്. പക്ഷേ കണ്ടത് നേരെ മറിച്ചായിരുന്നു. ഖാംനെയി ഉള്ളതിനേക്കാൾ ശക്തമാവുകയായിരുന്നു ഖാംനെയി ഇല്ലാത്ത ഇറാൻ. 4 ദിവസം കൊണ്ട് ഇറാനെ ചാമ്പലാക്കുമെന്ന് പറഞ്ഞ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇറാന്റെ ഭൂമി മുഴുവൻ ഉഴുതുമറിച്ചിട്ടും കണ്ടിടത്തെല്ലാം തീമഴ പെയ്യിച്ചിട്ടും ഇറാൻ തങ്ങളുടെ പ്രത്യാക്രമണത്തിന് മാറ്റിക്കൂട്ടുകയല്ലാതെ കുറച്ചില്ല. ഇറാന്റെ മിസൈൽ സിറ്റി എവിടെയെന്ന് കണ്ടെത്താൻ പോലും അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിന് കഴിഞ്ഞില്ല. ഓരോ ദിവസവും 100 കണക്കിന് ആക്രമണങ്ങളാണ് ഇറാനെതിരെ നടക്കുന്നത്. എന്നിട്ടും അമേരിക്കയോട് പോയി പണി നോക്കാൻ പറയുകയാണ് പുതിയ ഇറാൻ. ഇപ്പോൾ ഇതാ ആയത്തുള്ള അലി ഖാംനെയിക്ക് പുതിയ പിന്തുടർച്ചക്കാരൻ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖാംനെയി പുതിയ ഇറാന്റെ ആത്മീയ നേതാവായി അവരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ സൈനിക രാഷ്ട്രീയ നേതാക്കൾ മുജ്തബ ഖമേനിയോട് കൂറ് പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊല്ലപ്പെട്ട പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ പകരക്കാരനായി രാജ്യത്തിന്റെ പുതിയ പരമോന്നത നേതാവായി അദ്ദേഹം നിയമിതനായിരിക്കുന്നു. പ്രതിലോമകാരികൾ ഇറാന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്ത് തെരുവിലിറങ്ങിയപ്പോൾ അത് അടിച്ചമർത്തി അമേരിക്കയുടെ അധിനിവേശ ചിന്തയുടെ കടക്കൽ തീ കോരിയിട്ട പുലിക്കുട്ടിയായിരുന്നു മുജ്തബ ഖാംനെയി. ഇറാന്റെ പുതിയ ആത്മീയ നേതാവ്, അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ മരണഭയം ഏതുമില്ലാതെ നേതൃനിരയിലേക്ക് കടന്നുവന്ന പുതിയ സൂര്യൻ. അമേരിക്കയും ഇസ്രായേലും ഭീഷണിയുടെ സ്വരങ്ങൾ ഉയർത്തിക്കഴിഞ്ഞു. മുജ്തബ ഖാംനെയിയെ വെച്ച് വഴിക്കില്ലെന്നാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഭീഷണിക്ക് മുന്നിൽ മുട്ടിയുറക്കുന്നവരായിരുന്നുവെങ്കിൽ ഈ യുദ്ധമേ ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അത് അമേരിക്ക ഓർക്കുന്നത് നന്നായിരിക്കും. വെടിമരുന്നുകാരൻ വെടിയുടെ ശബ്ദം ഭയന്നാൽ പിന്നെ ആര് വെടിക്കെട്ട് കത്തിക്കും?